മനുഷ്യജീവിതം ഒരു വിരുന്നുശാലയാണ്. അതിഥിയെ കാത്തിരിക്കുന്ന വിരുന്നുശാല. എന്നെങ്കിലും ഒരു ദിനം നമ്മുടെ ദൈവം അതിഥിയായി നമ്മുടെ ഭവനത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിരുന്നുശാല. ഒരു ദിനം അവനെത്തുകയും വിരുന്നുകാരനായി കാത്തിരുന്നവനെ വിരുന്നൂട്ടാനായി തന്നെ തന്നെ വെച്ചു വിളമ്പുകയും ചെയ്യും. ആ ദൈവത്തിൻ്റെ പേരാണ് ക്രിസ്തു. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിതം നയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, ദൈവത്തെ അതിഥിയായി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു പ്ലേറ്റ് അധികമായി തൻ്റെ അത്താഴമേശയിൽ കരുതി വെച്ചിരുന്നു. എന്നെങ്കിലും ഒരു ദിനം എൻ്റെ ദൈവം എൻ്റെ അത്താഴമേശക്കരികിലെത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഒരുപാട് നാൾ കാത്തിരുന്നിട്ടും അവൻ്റെ പ്രതീക്ഷ പൂവണിഞ്ഞില്ല. ആളുകൾ കളിയാക്കാൻ തുടങ്ങി. നീ ദൈവം അതിഥിയായി എത്തുമെന്ന് കരുതി കാത്തുവെച്ച പ്ലേറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അവന് വിഷമമായി. അവൻ വിചാരിച്ചു, എന്തായാലും ദൈവത്തിനായി, അതിഥിയായി എത്തുന്ന ദൈവത്തിനായി കാത്തിരിക്കാൻ ഞാൻ ഇനി ആ പരിപാടി നിർത്തിയിട്ട് വരുന്നൊരാൾ, ആദ്യം എത്തുന്ന ഒരാൾക്ക് ഞാൻ ആ പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കും. ഒരു മഴ നനഞ്ഞ് ഒരു പയ്യൻ അന്ന് വൈകുന്നേരം അവൻ്റെ ഭവനത്തിലെത്തി അവൻ്റെ വാതിലിൽ മുട്ടി. ആ പയ്യനെ അകത്തേക്ക് വിളിച്ച് അവൻ്റെ തല തുവർത്തി ഒരു വസ്ത്രം കൊടുത്ത് അവൻ ദൈവത്തിനായി കാത്തുവച്ച പ്ലേറ്റിൽ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവനെ മുകൾ മുറിയിലേക്ക് അയച്ചു. അന്ന് രാത്രി അവനൊരു സ്വപ്നമുണ്ടാകുന്നു. അവൻ്റെ മുമ്പിൽ കണ്ട രംഗത്തിൽ അവൻ്റെ അത്താഴമേശയിൽ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തു. അവൻ ഓടി എഴുന്നേറ്റ് പയ്യൻ കിടന്ന ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രകാശം നിറഞ്ഞു നിന്നു. അവനോടി താഴെ എത്തി. അത്താഴമേശയിൽ അവൻ തുറന്നു വച്ചിരുന്ന ആ പാത്രത്തിൽ സുവർണ നിറത്തിൽ ഒരപ്പമുണ്ടായിരുന്നു. അവന് മനസ്സിലായി അത് ക്രിസ്തുവായിരുന്നു എന്ന്. ഇന്നത്തെ വചന വിചിന്തനം തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് ആത്മീയതയുടെ ഒന്നാം പടിയെക്കുറിച്ച് ഒരു സൂചന തരുന്നു. ദൈവം നമുക്ക് അതിഥിയായി കടന്നു വരുന്നു എന്ന് വിചാരിക്കുന്ന ഒന്നാം ഭാഗം. അതിന് നിദർശനമായി 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ എലീശായുടെ ജീവിതത്തിൽ ഒരു സംഭവമാണ് പറയുന്നത്. ശൂനോങ്കാരി സ്ത്രീ വന്ധ്യയായിരുന്നു. അവൾ ദൈവപുരുഷനെ സ്വീകരിക്കുകയും അവന് വേണ്ടി ഒരു മുകൾ മുറി ഒരുക്കുകയും ചെയ്തു. അതിന് പ്രതിഫലമായി വന്ധ്യയായിരുന്ന അവൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി എന്ന് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരു തുണ്ട് ഭക്ഷണം കൊടുത്തെങ്കിൽ അതിന് പ്രതിഫലമുണ്ടാകും എന്ന് തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം എന്താണോ ദൈവത്തിന് നിങ്ങൾ കൊടുത്തത് എന്നതുപോലെ ദൈവം നിങ്ങൾക്കും തിരിച്ചു തരും. എന്തൊരു മനോഹരമായ വാഗ്ദാനമാണ്. ആദ്യപടിയിൽ ദൈവം നമുക്ക് അതിഥിയാണ്. അതിഥിയായി എത്തുന്ന ദൈവത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഒരുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അത്തരമൊരു ഒരുക്കമാണ്. നമ്മുടെ ബലിയർപ്പണങ്ങൾ അത്തരമൊരു ഒരുക്കമാണ്. നമ്മുടെ വചന വായനകൾ അത്തരമൊരു ഒരുക്കമാണ്. കുമ്പസാരം പോലെയുള്ള കൂദാശകളിലുള്ള പങ്കുചേരലുകൾ അത്തരം ഒരു ഒരുക്കമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥിയായ ഒരു ദൈവത്തെ നാം പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഈ ഒന്നാം പടിയിൽ നാം മാത്രം നിൽക്കുകയല്ല ചെയ്യുന്നത്. ഒരു പടിയും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, എന്താണ് നാം ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നത്. യഥാർത്ഥത്തിൽ നാം അവൻ തന്നതല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാത്തൊരുവൻ അവന് വേണ്ടി എന്താണ് ഒരുക്കാനുള്ളത്? അങ്ങനെയെങ്കിൽ പ്രയോറിറ്റി നമ്മൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവന് വേണ്ടിയുള്ള വിരുന്നൊരുക്കൽ നമ്മൾ നടത്തുമ്പോൾ അവൻ തിരിച്ച് ആതിഥേയനായി മാറുന്നു. മുകൾ മുറിയിൽ അവനും ഒരുക്കുന്നു ഒരത്താഴം നമുക്കായി. അവൻ തന്നെ വിരുന്നായി മാറുന്ന അനുഭവം, അവൻ തന്നെ വെച്ചു വിളമ്പുന്ന അനുഭവം. ആ മുകൾ മുറിയിൽ അന്ന് നടന്നത് അതാണ്. ഒരു പെസഹ രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, വാങ്ങി ഭക്ഷിക്കുവിൻ. അങ്ങനെ വീഞ്ഞുമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവൻ അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തം, വാങ്ങി കുടിക്കുവിൻ. അതായിരുന്നു ഏറ്റവും വലിയ അത്താഴം.
ഏറ്റവും വലിയ ബലി. ആ ദിവ്യ ബലിയുടെ മധ്യേ നാം ഈ വചനം വായിക്കുമ്പോൾ വിരുന്നുകാരനായി എത്തേണ്ട ദൈവം നമുക്ക് വേണ്ടി വീട്ടുകാരനായി മാറുകയും അത്താഴമൊരുക്കുകയും പ്രാതലൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സങ്കല്പത്തിലേക്ക് അത് മാറുന്നു. ഇതൊരു മുകൾ മുറിയാണ്. ഈ മുകൾ മുറിയിൽ നമുക്ക് വേണ്ടി അത്താഴമൊരുക്കി കാത്തിരിക്കുന്ന ദൈവം, അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയൊരു വിരുന്നൊരുക്കുന്ന ദൈവം, ആ വിരുന്ന് തന്നെ തന്നെ വെച്ച് വിളമ്പുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ള അനുഭവപരമായ ഒരു ദർശനം, അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു നമുക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് എൻ്റെ യേശുനാഥനാണ്, മറ്റാരുമല്ല. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ സ്നേഹിക്കുന്നവൻ എന്ന വാചകം കേൾക്കുമ്പോൾ നമ്മളൊന്ന് നടുങ്ങുന്നു. കാരണം ഇവരെ ഒന്നും സ്നേഹിക്കണ്ടേ? ഇവരെക്കാൾ അധികമായി ഇവരെ തന്ന, ഇവരെ നമുക്ക് വേണ്ടി വെച്ച് വിളമ്പിയ ദൈവത്തിന് പ്രയോറിറ്റി, പ്രാധാന്യം കൊടുക്കുക. അതാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്തരമൊരു സങ്കല്പം വിരുന്നുകാരനും വീട്ടുകാരനും വിരുന്നുമായി മാറുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കരം കൂപ്പി നിന്ന് അവൻ വിരുന്നായി നമ്മുടെ ജീവനിലേക്കും ജീവിതത്തിലേക്കും മാറുന്നുവെന്ന അനുഭവം, അതാണ് വാക്കുകൾക്കതീതമായി നമ്മളെ അവിടുത്തെ തിരഞ്ഞെടുക്കുവാനായി പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിരുന്നുകാരൻ എന്ന് പറയുന്ന വാക്ക് ഒന്നുകൂടി സൂക്ഷിച്ച് നാം വായിക്കേണ്ടിയിരിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് വിരുന്നുകാരനായി ഒരാളെത്തി. അവൻ്റെ പേര് സാത്താൻ എന്നായിരുന്നു. അവൻ അവരെ പറുദീസായിൽ നിന്ന്, തങ്ങളുടെ ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ നിന്ന് അവരുടെ ദുരന്തത്തിലേക്ക് തള്ളിയിടാൻ പര്യാപ്തമായ ഒരു വിരുന്നുകാരനായിരുന്നു. എന്നാൽ ആദി മാതാപിതാക്കളുടെ ഈ വലിയ തെറ്റ് പിന്നീട് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും അവരുടെ ജീവിതത്തിലേക്ക് വിരുന്നുകാരനായി കടന്നു വരുന്നത് ദൈവദൂതന്മാരാണ്. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ വിരുന്നുകാരനായി ആരാണ് കടന്നു വരേണ്ടത് എന്ന് അനുദിന ജീവിതത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യണം. ചില നേരങ്ങളിലെങ്കിലും നിന്റെ ഭവനത്തിലേക്ക് വിരുന്നുകാരനായി കടന്നു വരുന്നവർക്ക് പല ദുരുദ്ദേശങ്ങളും ഉണ്ടാകാം. ഒരു കുപ്പിയുമായി കടന്നു വന്ന് അവിടെ ഇരുന്ന് മദ്യപിക്കുമ്പോൾ അവന് മറ്റ് പല ഉദ്ദേശങ്ങളുണ്ടാകും. നിന്റെ ജീവിതത്തിലേക്ക് വിരുന്നുകാരനായി ചിലർ ഒരു മിസ് കോളിലൂടെ, ഒരു മെസ്സേജിലൂടെയോ ഒക്കെ ഒന്ന് കടന്നു വരുമ്പോൾ ഒന്നുകൂടി ജാഗ്രത പുലർത്തണ്ടേ? ആരാണ് നിന്റെ വിരുന്നുകാരൻ? ക്രിസ്തുവാണോ നിന്റെ വിരുന്നുകാരൻ? അതിഥി ആരാണ് എന്ന് നിശ്ചയിക്കാൻ, അതിഥി ദൈവമാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടിയുള്ള തീരുമാനങ്ങളും അവന് വേണ്ടിയാണ് ജീവിതവും എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രയോറിറ്റി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി. ഒരു രാത്രി കൊണ്ട് നടക്കുന്നതല്ലത്. അനുദിനം ജീവിതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സാധനയിലൂടെ, വചന വായനയിലൂടെ, കൂദാശക്രമങ്ങളിലുള്ള പങ്കുചേരലിലൂടെ ഇതുപോലെ ഓരോ ദിനവും ദിവ്യബലിയിൽ പങ്കുചേർന്ന് അവിടുന്ന് ഒരുക്കുന്ന വിരുന്നിൽ പങ്കുചേരുമ്പോഴാണ്, ആ വിരുന്ന് ആസ്വദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമാനുഗതമായി ഈ പ്രയോറിറ്റൈസേഷൻ നടക്കുന്നു. ഓർത്തു നോക്കൂ, ആരെയാണ് നീ നിന്റെ ജീവിതത്തിൽ വിരുന്നുകാരനായി സ്വീകരിക്കുന്നത്? സാത്താനെയോ ദൈവദൂതന്മാരെയോ? ദൈവപുരുഷനെ സ്വീകരിച്ച ശൂനംകാരിക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ പെരുമഴ പോലെ നിന്റെ ജീവിതത്തിലേക്കും ജീവനിലേക്കും നിന്റെ മുകൾ മുറിയിലേക്കും ഒരു വിരുന്നുകാരൻ എന്ന വണ്ണം ആദ്യം കടന്നു വരുന്ന ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കി വീട്ടുകാരനായി അവനെ തന്നെ വിരുന്നാക്കി മാറ്റുന്ന ഒരു ബലിയിൽ പങ്കുചേരുമ്പോൾ നീ പ്രയോറിറ്റൈസ് ചെയ്യണം. ആർക്കാണ് പ്രാധാന്യം? വിരുന്നുകാരനായി നിന്റെ വീട്ടിലേക്കും ജീവനിലേക്കും ജീവിതത്തിലേക്കും നിന്റെ ദൈവം ക്രിസ്തു എഴുന്നള്ളട്ടെ. അവൻ വീട്ടുകാരനായി മാറുകയും നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുകയും ചെയ്യും. ആ ദിവ്യബലിയിലാണ് നാം പങ്കുചേരുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ അനുഭവങ്ങളുടെ ആത്മീയതയിലൊക്കെയും ഞങ്ങൾ നിന്നെ വിരുന്നുകാരനായി ഞങ്ങളുടെ വിരുന്നുശാലയിലേക്ക് ക്ഷണിക്കുവാനായി ഈ അൾത്താര മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നീയെന്ന്. ആ വിരുന്നൊരുക്കുക മാത്രമല്ല, വിരുന്നായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. മുകൾ മുറിയിൽ അപ്പമായി വീഞ്ഞായി രൂപാന്തരപ്പെട്ട അതേപോലെ ഇന്ന് ഇവിടെ ഞങ്ങളുടെ നാവിലേക്കും ജീവനിലേക്കും എഴുന്നള്ളുന്ന വിരുന്നായി നീ ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ജീവനിലേക്കും അനുദിന ജീവിതത്തിലേക്കും ആരെയാണ്
വിരുന്നുകാരനായി സ്വീകരിക്കേണ്ടത് അതിഥി ആരെയാണ് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു വിവേകം നീ ഞങ്ങൾക്ക് തരണമേ. ആദ്യ മാതാപിതാക്കൾ സ്വീകരിച്ചതുപോലെയുള്ള ഒരു വിരുന്നുകാരനല്ല, ദൈവദൂതന്മാരെ ശൂനോങ്കാരി സ്വീകരിച്ചതുപോലെ, പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും സ്വീകരിച്ചതുപോലെ ദൈവദൂതന്മാരെ വിരുന്നുകാരായി സ്വീകരിക്കുവാൻ, വിരുന്നുകാരൻ വീട്ടുകാരനായി വിരുന്നൊരുക്കുന്ന കർത്താവിന് വേണ്ടി ചില നിലപാടുകൾ എടുക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനജായ 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 വചനജായ